യാഗത്തിനൊരു നിബന്ധനയുണ്ട്. ഒരു മഹാരാജാവ് ചക്രവർത്തി യാഗം നടത്തുമ്പോൾ പട്ടമഹിഷി, അതായത് ഭാര്യ എടുത്തുണ്ടാവും. ഇനി ഭാര്യ ഇല്ലാത്തൊരു ചക്രവർത്തിയാണെങ്കിൽ വീണ്ടും വിവാഹം കഴിച്ച് കൊണ്ടിരുത്തണം എന്നാണ് നിയമം. ഇതറിഞ്ഞ് സീത വിചാരിച്ചു എന്താണ് രാമൻ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞ, നിന്നൊരിക്കലും എനിക്കിനി വേറൊരു വിവാഹം ഉണ്ടാവില്ല, മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല. അതധികം ലംഘിക്കുമോ? സീതാദേവിക്ക് ടെൻഷനായി. പക്ഷെ യാഗം ഗംഭീരമായി നടന്നു. സീതയ്ക്ക് പകരം സീതയുടെ ഒരു പ്രതിമയുണ്ടാക്കി അടുത്ത് വെച്ചുകൊണ്ട് ശ്രീരാമൻ യാഗം നടത്തിയെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഇവിടെ ചിലര് താലി കെട്ടിയ ഭാര്യയെ പിറ്റേ ദിവസം ഉപേക്ഷിച്ചിട്ടാണ് ശ്രീരാമന്റെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ആ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് എപ്പോഴും ഭർത്താവിനെ കണ്ടാൽ തിരിച്ചറിയാം, കാരണം എന്നും ടി വിയിൽ കാണും. പക്ഷെ ആ വ്യക്തിക്ക് സ്വന്തം ഭാര്യയെ കണ്ടാൽ തിരിച്ചറിയും.